അതിനു മുൻപേ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു കഴിയൂ എന്നത് തന്നെയാണ്. നിലമ്പൂരിൽ BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് മുൻ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് BJPയുടെ സ്ഥാനാർത്ഥി. നേരത്തെ BDJS-ൽ നിന്ന് തന്നെ ഒരാൾ മത്സരിക്കും. പ്രാദേശിക നേതാക്കളിൽ ഒരാളായിരിക്കും. BDJS ജില്ലാ പ്രസിഡന്റും BDJS ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവരെ പരിഗണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ BJP അവസാനം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക നൽകാൻ ഇനി ഒരേ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂരിൽ BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. മുൻ കേരള കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. BDJS-ന് വെച്ച സീറ്റ് അല്ലെങ്കിൽ BDJS-ന് തന്നെ എന്നുറപ്പിച്ച സീറ്റിലാണ് ഇപ്പോൾ BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും. മുൻ കേരള കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നൊരാളെ മത്സരിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ അഭ്യൂഹങ്ങൾ നിരവധിയായി പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ BDJS-ന്റേതടക്കം കൗൺസിൽ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകിട്ടോടുകൂടി ഒരു തീരുമാനത്തിലെത്തുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായി കൊണ്ട് തന്നെയാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ 3 പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി BJP അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടുകൂടി UDF ആര്യാടൻ ഷൗക്കത്തിനെയും LDF M സ്വരാജിനെയും BJP അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ത്രികോണ മത്സരം എന്തായാലും നിലമ്പൂരിൽ ഉറപ്പായി കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് ഈ ത്രികോണ മത്സരത്തിൽ നിന്ന് അൻവർ കൂടി ഈ രംഗത്തേക്ക് എത്തുമോ, ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കുറച്ചുകൂടി കടുത്ത രീതിയിലൊരു മത്സരത്തിലേക്ക് നിലമ്പൂർ പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. ശക്തമായ ഒരു മത്സരം തന്നെയാണ് നിലമ്പൂരിൽ BJPയും പ്രതീക്ഷിക്കുന്നത് എന്നാണ് അവർ പ്രതികരിക്കുന്നത്. എന്തായാലും നിലമ്പൂരിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി കഴിഞ്ഞു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പോലും BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ഉണ്ടാവുക. പ്രാദേശിക നേതാക്കളെ പരിഗണിക്കുന്നുണ്ട്, BDJS-ന്റെ ജില്ലാ നേതൃത്വത്തെ അടക്കം പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു പുറത്തു വന്ന സൂചനകൾ. എന്നാൽ ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായി അതും വളരെ വേഗത്തിൽ തന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തെല്ലാമായിരിക്കും മോഹൻ ജോർജിന്റെ ഒരു വിജയ സാധ്യത, അല്ലെങ്കിൽ BJPയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളായിരിക്കും എന്നത് സംബന്ധിച്ച് എന്തെല്ലാം വിശദാംശങ്ങളാണ് നൽകാനുള്ളത്? അതിൽ ഇപ്പോൾ ചിത്രം വ്യക്തമായിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയും പേര് പുറത്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും എന്നുള്ളതും കൂടിയാണ്. BJP ടിക്കറ്റിൽ തന്നെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അല്പസമയം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് BDJS-ന് വലിയ താല്പര്യമില്ലായ്മ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സീറ്റിൽ എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വാർത്ത കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് എന്ന് പറയുന്നത്. അതായത് കടമ അല്ലെങ്കിൽ ചുമതല BJPയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. BJP പരിഗണിച്ച 3 പ്രാദേശിക നേതാക്കളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിലേക്ക് പേരെത്തിയിരിക്കുന്നു എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ യോഗങ്ങളും ചർച്ചകളും ഒക്കെ അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ആ ചർച്ചകളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമായത് എന്നുള്ളതും കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു 3 പ്രാദേശിക നേതാക്കളെ വിളിച്ചും കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകും, ഇത്തരത്തിൽ നിങ്ങളുടെ പേരുകൾ പരിഗണിച്ചിട്ടുണ്ട്, അപ്പോൾ എത്തരത്തിൽ വേണമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും, ഏറ്റവും അവസാനം അന്തിമ തീരുമാനം നേതൃത്വത്തിൻ്റെതായിരിക്കും എന്നുള്ളത് ഈ 3 നേതാക്കളെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നേതാക്കളോട്. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് NDAയ്ക്ക് വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നിലമ്പൂർ തന്നെയാണ്, നിലമ്പൂർ സ്വദേശി തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ മലയോര മേഖലയിലെ കർഷകരുമായിട്ടൊക്കെ വലിയ രീതിയിൽ ബന്ധമുള്ള ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാവുന്നത്. മുൻ കേരള കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകളുടെ വലിയൊരു വർധന ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം തന്നെ BJP പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ മലയോര കർഷകരിലെ ക്രൈസ്തവ വോട്ടുകളൊക്കെ തങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ തങ്ങൾ അതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തിലൊരു പരോക്ഷ പ്രഖ്യാപനം കൂടിയാണ് ഈ ഒരു അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതും കൂടിയുണ്ട്.
ഇതിനെ സംബന്ധിച്ച് UDF അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ച് PV അൻവർ പറഞ്ഞിരുന്ന ഒരു ആരോപണമുണ്ട്. ആ ഒരു മേഖലയിൽ കാലങ്ങളായി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് VS ജോയിയുടെ പേരടക്കം അദ്ദേഹം അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ UDF നേതൃത്വത്തോട് നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ VS ജോയിയെ പരിഗണിക്കണമെന്നുള്ള തരത്തിലൊക്കെ വലിയ രീതിയിൽ PV അൻവർ ചില വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അല്ലെങ്കിൽ VS ജോയിക്ക് വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ സാധിക്കുമെന്നുള്ള തരത്തിലൊക്കെ വലിയ രീതിയിൽ വാദമുയർത്തിയിരുന്നു PV അൻവർ എന്നുള്ളതും കൂടിയുണ്ട്. കാരണം VS ജോയിക്ക് വലിയ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മലയോര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, മലയോര മേഖലയിലെ വോട്ടുകളൊക്കെ കൂടുതൽ UDFിലേക്ക് എത്തിക്കാൻ VS ജോയിയെ മത്സരിപ്പിച്ചാൽ സാധിക്കുമെന്നുള്ളതൊക്കെയായിരുന്നു PV അൻവർ പറഞ്ഞത്. എന്നാൽ പിന്നീട് UDF നേതൃത്വം സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഈ ചില സാഹചര്യങ്ങൾ, ഈ ഒരു രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ അത്രത്തോളം നിരീക്ഷിച്ച് തന്നെയായിരിക്കണം NDAയുടെ ഈ ഒരു തീരുമാനം എന്നുള്ളതും കൂടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ, നിലമ്പൂരിലുള്ള ക്രൈസ്തവ വോട്ടുകളൊക്കെ BJPക്ക് ലഭിക്കും, അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ടാകണം ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയിലേക്ക് NDA എത്താൻ കാരണം എന്നുള്ളതും കൂടിയുണ്ട്. എന്തായാലും മലയോര മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഈ മുൻ കേരള കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ വ്യക്തമാകുന്നത്. എന്തായാലും ചിത്രം കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. LDFിന് വേണ്ടി M സ്വരാജ് മത്സരിക്കുമ്പോൾ UDFിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്താണ്, അതോടൊപ്പം NDAയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് മത്സരിക്കുന്നത്. ഇവർ 3 പേരും നിലമ്പൂർ വാസികളാണ്, നിലമ്പൂരിൽ തന്നെ ഉള്ളവരാണ് എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുൻതൂക്കം